കൃഷ്ണ ഗുരുവായൂരപ്പ. നമസ്കാരം സ്നേഹിതരെ, സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ വിശുദ്ധ സ്ഥലമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ഒരു യാത്ര ചെയ്യുകയാണ്. കേരളത്തിലെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും ഭംഗിയാർന്ന ഐതിഹ്യങ്ങളും നിറഞ്ഞ ഈ ക്ഷേത്രം ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്നു. വരൂ, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തേടി നമുക്ക് ഈ യാത്ര തുടങ്ങാം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രം ആയിരങ്ങളായ വർഷങ്ങൾക്ക് മുൻപേ പോകുന്നു. പുരാണങ്ങളിൽ പറയുന്ന പോലെ ഗുരു ബൃഹസ്പതിക്കും വായുദേവനും തമ്മിലുള്ള ദൈവിക യാത്രയിലാണ് ഈ ക്ഷേത്രത്തിന്റെ ആരംഭം. പഴയ ദ്വാരകയിലുണ്ടായിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം മഹാപ്രളയത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ വായുദേവൻ സംരക്ഷിച്ചു. പിന്നെ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ഗുരു ബൃഹസ്പതി വിഗ്രഹം സ്ഥാപിക്കാൻ അനുയോജ്യമായ സ്ഥലം തേടിപ്പോയി. അവസാനം ഇന്ന് ഗുരുവായൂർ എന്ന് വിളിക്കുന്ന ഈ സ്ഥലത്താണ് അവർ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. അതിനാലാണ് ഈ പ്രദേശം ഗുരു വായു ഊർ എന്ന പേര് സ്വന്തമാക്കിയത്. ഭക്തർ വിശ്വസിക്കുന്നത് ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ സ്വരൂപത്തിലാണെന്നാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ രൂപം മഹാവിഷ്ണുവിന്റെ വിശേഷങ്ങളോട് കൂടിയാണ് പ്രത്യക്ഷമാകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ശില്പകല കേരളത്തിന്റെ പാരമ്പര്യ വാസ്തുശൈലിയുടെ മനോഹര മാതൃകയാണ്. ചുറ്റുമതിലിനുള്ളിൽ നാലമ്പലം, ഗർഭഗൃഹം, സ്വർണ്ണ കൊടിമരം, ദീപസ്തംഭം എന്നിവ ശ്രദ്ധേയമാണ്. കിഴക്ക് വശത്തുള്ള ഗോപുരം 7 നിലകളിലാണ്. ഭക്തർ നേരെ പ്രവേശിക്കുന്നത് ഇതിലൂടെ ഗർഭഗൃഹത്തിനുള്ളിൽ സ്വർണാഭമായ അലങ്കൃത വേഷത്തിൽ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടെ ഭഗവാന്റെ മുഖം ഭാഗികമായി മാത്രം കാണാമെന്നും ചെയ്തിരി വെളിച്ചത്തിൽ ഭക്തൻ തന്റെ മനസ്സിൽ അവനെ സാക്ഷാത്കരിക്കണമെന്നും പറയപ്പെടുന്നു. പ്രതിദിവസം നേരം പുലർച്ചെ 3 മണിക്ക് നിർമാല്യ ദർശനം കൊണ്ടാണ് ഇവിടെ ഭജനാരംഭം. തുടർന്ന് ഉഷാപൂജ, ശീവേലി, ദീപാരാധന തുടങ്ങി അനവധി പൂജകൾ. വർഷം മുഴുവൻ ക്ഷേത്രത്തിൽ ഉത്സവങ്ങളുടെ തിരക്കാണ്. അവയിൽ പ്രധാനമാണ് ഗുരുവായൂർ ഉത്സവം. 10 ദിവസക്കാലം നീളുന്ന ആനയോട്ടവും തെയ്യവും നിറഞ്ഞ ആഘോഷം. വൃശ്ചിക ഏകാദശി അടുത്തതാണ്. ഭക്തർ നിരാഹാരമായി നടത്തുന്ന മഹോത്സവം. അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണന്റെ ജന്മദിനാഘോഷം. വിഷു പുതുവർഷ ആരംഭത്തിലെ വിശിഷ്ട നാളുകൾ. കലാഭാവനകളിൽ കൃഷ്ണനാട്ടം, കളഭാട്ടം എന്നിവ ഭഗവാനെ സ്തുതിക്കാൻ അരങ്ങേറുന്ന ചാരുതകളാണ്. ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് പിന്തുടരേണ്ട ദൈവിക രീതികളുണ്ട്. പുരുഷന്മാർക്ക് മുണ്ട് ധരിക്കണം. സ്ത്രീകൾക്ക് പരമ്പരാഗത വസ്ത്രധാരണം. ദർശന സമയം രാവിലെ 3 മുതൽ ഉച്ച 12:30 വരെ, വൈകിട്ട് 4:30 മുതൽ രാത്രി 9:15 വരെ. ഓൺലൈൻ വഴിയും ചില സേവനങ്ങൾ ലഭ്യമാണ്. ഗുരുവായൂരിനെ ചുറ്റിപ്പറ്റി വളർന്നിരിക്കുന്ന പട്ടണം തീർത്ഥാടകർക്ക് താമസ സൗകര്യങ്ങൾ, ഭക്ഷണം, ഭക്തിപരമായ സാധനങ്ങൾ തുടങ്ങി എല്ലാവയും ഒരുക്കുന്നു. ക്ഷേത്രം സാമൂഹ്യ സേവനങ്ങളിലും ആരോഗ്യ സേവനങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലും പിന്തുണ നൽകുന്നു. മഹാവിഷ്ണുവിന്റെ സ്വരൂപമായ ഗുരുവായൂരപ്പൻ അനേകം ഭക്തരുടെ മനസ്സിൽ ഭക്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായി തലമുറകളായി നിലകൊണ്ടുവരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മളുമായും നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുരുവായൂരപ്പൻ നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ.